ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു ഗോതമ്പ് പായസമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനു മുന്നായി ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പായസത്തിലേക്ക് ഞാനിവിടെ 1 ഗ്ലാസ് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഏകദേശം 4 മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ഞാനിതൊന്ന് മിക്സിയുടെ ജാറയിൽ ചെറുതായൊന്ന് ക്രഷ് ചെയ്ത് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിനിത് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അതിനെ ഞാനിവിടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ഒരു 2 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് ഗോതമ്പ് കുക്കറിൽ വിസിലടിപ്പിക്കാം. അതിനാവശ്യമായി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് മുകളിലായി വെള്ളം നിൽക്കുന്ന വിധത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിത് കുക്കറിലൊന്ന് വിസിലടിപ്പിക്കാം. 2 വിസിലടിപ്പിക്കണം. കുക്കർ വിസിലടിക്കുമ്പോഴേക്കും നമുക്കിവിടെ ശർക്കരപ്പാനി തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 3 കട്ട ശർക്കര എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് നന്നായി പാനിയാക്കി എടുക്കണം. ഞാനിവിടെ പാനിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മുടെ കുക്കറിൽ വേവിച്ചിരിക്കുന്ന ഗോതമ്പ് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കാം. ഇവ രണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇവ ഒന്ന് തിളച്ച് വരട്ടെ. ശർക്കരപ്പാനി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. 2ാം പാൽ ചേർത്തതിന് ശേഷം നന്നായി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പായസം തിളച്ച് പോകരുത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാനേ പാടുള്ളൂ. നന്നായി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായി ഇളക്കാം. ശേഷം ഞാനിതിലേക്ക് കശുവണ്ടിയും മുന്തിരിയും നെയ്യിൽ വറുത്ത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വളരെയും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.